ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ജഗ്ദീപ് ധൻഖർ രാജിവെച്ചിരിക്കുന്നു. ആരോഗ്യ കാരണമാണ് രാജിക്ക് പറയുന്നതെങ്കിലും ഇന്നലെ വരെ അദ്ദേഹം രാജ്യസഭയിൽ സജീവമായിരുന്നു. അപ്പോൾ അതിനു പിന്നിൽ എന്താണെന്ന് ഇനി വരുന്ന ദിവസങ്ങളിൽ വ്യക്തമാകും. ഒരു ഭരണഘടനാ പദവി വഹിക്കുമ്പോഴും BJP നേതാവിനെ വെല്ലുന്ന തരത്തിലുള്ള പാർട്ടി സ്നേഹം കാണിച്ചിരുന്ന ധൻഖർ ഏറെ വിമർശിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ യഥാർത്ഥ മതേതര വിശ്വാസികളുടെ ശാപവും പേറിയിട്ടാണ് അദ്ദേഹം ഉപരാഷ്ട്രപതി കസേരയിൽ ഇരുന്നത് എന്ന് തന്നെ പറയാം. 2019 മുതൽ ബംഗാളിന്റെ ഗവർണർ പദവിയിൽ ഇരുന്ന സമയത്ത് മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയുമായി പരസ്യമായി ഏറ്റുമുട്ടിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയത്. അത് BJPയുടെ വ്യക്തമായ അജണ്ടയുടെ ഭാഗമായിരുന്നു. അന്നു മുതൽ തന്നെ ഒരു BJP നേതാവിനെ വെല്ലുന്ന തരത്തിൽ ഒരു ഭരണഘടനാ സ്ഥാപനം ഇടപെടുന്നതിനെ കുറിച്ച് ഈ രാജ്യം ചർച്ച ചെയ്തത് ഇദ്ദേഹത്തിന്റെ ചെയ്തികൾ കണ്ട ബംഗാളിനെ കുറിച്ചായിരുന്നു. മമതയും കേന്ദ്രവും തമ്മിലുള്ള തമ്മിലടി അതിരൂക്ഷമായത് ധൻഖറിന്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് എന്ന് ഈ രാജ്യം ഇപ്പോഴും വിശ്വസിക്കുന്നു. അതേ ആവേശത്തിൽ തന്നെയാണ് കരുത്തൻ എന്ന് മനസ്സിലാക്കി BJP സർക്കാർ അദ്ദേഹത്തെ രാജ്യസഭയുടെ അധ്യക്ഷനാക്കി മാറ്റിയത്, അതായത് ഉപരാഷ്ട്രപതി. പല ബില്ലുകൾ കൊണ്ടുവരുമ്പോഴും നിയമങ്ങൾ പാസാക്കുമ്പോഴും വലിയ ഭൂരിപക്ഷമില്ലാത്ത രാജ്യസഭയിൽ, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന രാജ്യസഭയിൽ BJPയെ സഹായിക്കാൻ പറ്റിയ ഒരാൾ എന്നുള്ള നിലയിലായിരുന്നു ധൻഖറിനെ രാജ്യസഭാ അധ്യക്ഷനാക്കി BJP മാറ്റിയത്. അത് അദ്ദേഹം ഇന്നലെ സ്ഥാനമൊഴിയുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് വരെ വ്യക്തമായി പാലിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷെ എന്തോ കരുതി വെച്ചതുപോലെയാണ് BJP സർക്കാരിന്റെ ഈ നീക്കം. മോദിക്ക് ഇനിയും എന്തോ മാറ്റങ്ങൾ നടത്താനുണ്ട് എന്നൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കോൺഗ്രസിലും BJPയിലും നേതാവായിരുന്ന ധൻഖർ, ജനതാദളിൽ നിന്നും ചന്ദ്രശേഖരന്റെ കാലത്ത് മന്ത്രിയായിരുന്ന ധൻഖർ BJPക്കാരുടെ പ്രിയപ്പെട്ടവനായി, അല്ലെങ്കിൽ BJPക്കാരെക്കാളും വലിയ BJPക്കാരനായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് ഇതിനർത്ഥം ഈ പദവിയിലേക്ക് മറ്റൊരു പാർട്ടിയിൽ നിന്നുള്ള ഒരാളെ പരിഗണിച്ചേക്കാം എന്നുള്ളതാണ്. രാഷ്ട്രപതിയായാലും ഉപരാഷ്ട്രപതിയായാലും അവരെ നിയമിക്കുന്നതിൽ ചില പ്രത്യേക യോഗ്യതകളും കാറ്റഗറിയുമാണ് പരിഗണിക്കപ്പെടുന്നത്. അവർ പക്കാ രാഷ്ട്രീയക്കാരാകണമെന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് കോൺഗ്രസ് MP ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ള വാർത്തകൾ സജീവമാകുന്നത്. ആരോഗ്യ കാരണങ്ങളാണ് ധൻഖർ രാജിവെച്ചത് എന്ന് കാരണം പറയുന്നുണ്ടെങ്കിലും ഇത് BJPയുടെ ഒരു സമൂല മാറ്റം പരീക്ഷിക്കുന്നതിന്റെ തുടക്കമാണ് എന്ന് വ്യക്തം. കോൺഗ്രസ് MP ആണ് ശശി തരൂർ. ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് BJPയിൽ പോകാൻ സാധ്യമല്ല. മാത്രമല്ല BJPയെ പലതവണ തള്ളിപ്പറഞ്ഞ തരൂർ BJPയിലേക്ക് അത്ര പെട്ടെന്ന് പോകാനും സാധ്യതയില്ല. അത് നരേന്ദ്രമോദിക്കും നന്നായി അറിയാം. എങ്കിലും ഇന്ന് നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത ചങ്ങാതിയായി ഈ രാജ്യത്ത് ശശി തരൂർ MP മാറിയിട്ടുണ്ട്. തരൂറിനെ കോൺഗ്രസിൽ നിന്നും രാജിവെപ്പിക്കുന്നതോടെ വലിയൊരു തിരിച്ചടി കോൺഗ്രസിന് നൽകാൻ BJPക്ക് പറ്റുമെന്നവർ വിശ്വസിക്കുന്നു. രാജ്യവ്യാപകമായി കോൺഗ്രസിന് തിരിച്ചടിയായി എന്നവർ പറഞ്ഞു തീർക്കും. അതിനുള്ള വഴിയാണ് ഉപരാഷ്ട്രപതി എന്നുള്ളത്. ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതിയാക്കിയ BJPക്ക് ശശി തരൂറിനെ ഉപരാഷ്ട്രപതിയാക്കുന്നതിൽ ഒരഭിപ്രായ വ്യത്യാസവും ഉണ്ടാകാനിടയില്ല. അതുവഴി കോൺഗ്രസിന് തിരിച്ചടി നൽകുവാനും തിരുവനന്തപുരത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് കൊണ്ടുവരാനും BJP സർക്കാരിന് സാധിക്കും. കേവലം 15,000-ഓളം വോട്ടുകൾക്ക് മാത്രം നഷ്ടപ്പെട്ട തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കാനും BJP വലിയ പദ്ധതി തയ്യാറാക്കും. അങ്ങനെ കോൺഗ്രസിനെ തകർക്കാൻ കഴിയുന്ന ഒരു നീക്കത്തിന് തുടക്കം കുറിക്കാനോ ഉപരാഷ്ട്രപതി രാജിവെച്ചത് എന്നുള്ളൊരു സംശയങ്ങളും സൂചനകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഈ പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് പലതും നടക്കുമെന്നുറപ്പാണ്. ശശി തരൂർ ഞങ്ങളോടൊപ്പമില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് BJPക്ക് തരൂറിനെ അംഗീകരിക്കാനും എളുപ്പമായിരിക്കുന്നു. കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ ശശി തരൂർ ലോക്സഭാ സമ്മേളനത്തിന് അകത്തേക്കെത്തിയില്ലെങ്കിലും അദ്ദേഹം ദില്ലിയിൽ തന്നെ ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. അതൊരു പക്ഷേ നരേന്ദ്രമോദിയുമായുള്ള രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് ഉള്ള ഒരു മുന്നോടിയാണോ എന്നും സംശയിക്കുന്നവരുണ്ട്. മോദിയടക്കമുള്ള BJP നേതാക്കളുമായി ഇടയ്ക്കിടയ്ക്ക് കൂടിക്കാഴ്ച നടത്താറുള്ള ശശി തരൂർ തന്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചില കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. ഏതായാലും UN സെക്രട്ടറി ജനറൽ എല്ലാമായി ലോകം കീഴടക്കാൻ മനസ്സുവെച്ചിരുന്ന ഒരാൾക്ക് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയാകാൻ കഴിഞ്ഞാൽ തന്നെ അത് മഹാഭാഗ്യമാണ്. കുന്നോളം കൊതിച്ചാൽ കുന്നിക്കുരുവോളം ലഭിക്കും എന്നാണല്ലോ പഴഞ്ചൊല്ല്.